വനിതാ ബില്ല് നമ്മുടെ പാസ്സാക്കാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചിരുന്നു ഏപ്രിൽ 16-ാം തീയതി. പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. ഇതെങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഈ കേരളത്തിൽ നിന്നുകൊണ്ട് വളരെ പ്രബുദ്ധരാണെന്ന് പറയുന്ന കുറെ അധികം ആളുകളുണ്ട്. വനിതാ മതിൽ നിർമ്മിച്ച ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുരോഗമനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ തന്നെ കാലങ്ങളായിട്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇപ്പൊ കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള 33% വനിതാ ബില്ല് അല്ലെങ്കിൽ വനിതാ സംവരണം കൊണ്ടുവരാൻ വേണ്ടി ഈ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ഭരിച്ച UPA-യുടെ ഭാഗമായിട്ട് CPM വന്ന സമയമുണ്ട്. അല്ലാതെ തന്നെ UPA സർക്കാർ ഭരിച്ച സമയമുണ്ട്. അതിന് മുമ്പ് കോൺഗ്രസ് അല്ലാതെ തന്നെ ഭരിച്ച UPA അല്ലാതെ അലയൻസ് അല്ലാതെ ഭരിച്ച സമയങ്ങളുണ്ട്. ഈ സമയത്തൊക്കെ തന്നെയും ഇവർക്ക് ഇത്തരത്തിലൊരു സംവരണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പണ്ട് ഭരണഘടന കൊടുത്തിട്ടുള്ള സംവരണത്തെ വളരെ നാമമാത്രമായ രീതിയിൽ ഉയർത്താൻ മാത്രമാണ് ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ 33% സംവരണം കൊണ്ടുവരുന്ന സമയത്തും അതിനനുസൃതമായിട്ടുള്ള ഒരു വികസനം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടാവണം എന്നുള്ള രീതിയിൽ BJP മുന്നോട്ട് പോകുമ്പോൾ അതിനെ കർശനമായി എതിർക്കുക എന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനിവർ പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് എന്താണ്? BJP തീരുമാനിച്ചത് ഇവിടത്തെ വനിതകൾക്ക് 33% സംവരണം കൊടുക്കുന്ന സമയത്ത് അതിനോടനുസൃതമായി തന്നെ ഇവിടെ മണ്ഡല പുനർനിർണയം നടത്തേണ്ടതുണ്ട് എന്ന കൃത്യമായ ഒരു തീരുമാനമാണ് കേന്ദ്രം എടുത്തത്. ആ തീരുമാനം കേന്ദ്രം എടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സീറ്റിൽ തന്നെ ഈ പറയുന്ന സംവരണം ഏർപ്പെടുത്തിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണല്ലോ എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസും വാദിക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ. കോൺഗ്രസും ഇവിടുത്തെ ഇടത് ബുദ്ധിജീവികളും അതുപോലെ തന്നെ ആൾക്കാരും, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടത്, വനിതാ ബില്ല് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന വട്ടപ്പൊട്ട് തൊട്ട് ഫെമിനിസം പറയുന്ന ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ ട്രോളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പം ഇവരുടെയൊക്കെ വായിൽ പഴം പുഴുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ തന്നെ രംഗത്ത് പറയുന്നത്, ഞങ്ങൾക്ക് ഇപ്പൊ BJP കൊണ്ടുവരുന്ന വനിതാ സംവരണമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടെന്നേ, അത് വേണ്ട, അത് എന്ത് ഇപ്പം BJP വനിതകൾ നല്ലവരാണ് അല്ലെങ്കിൽ ദേവിക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ അല്ല, വനിതകളെല്ലാം പിശാചിന് തുല്യമാണ് എന്ന് പറയും ആര്? ഈ പറയുന്ന കോൺഗ്രസും ആളുകളും എല്ലാവരും അങ്ങനെ പറയും. ആ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJP എന്ന് നല്ലത് ചെയ്താലും അത് തെറ്റാണ് എന്ന രീതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ ചോദിച്ചതുപോലെ നിലവിലത്തെ സീറ്റിൽ എന്തുകൊണ്ട് ഈ പറയുന്ന സംവരണം നടപ്പാക്കിക്കൂടാന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഉണ്ടാക്കിയത് BJP അല്ല, ഇവിടത്തെ അതൊരു പ്രശ്നമായിട്ട് കാണണം എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇവിടത്തെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ള ഭരണഘടനാ ശില്പികളായിട്ടുള്ള ആളുകൾ എഴുതി വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഭാരതത്തിൽ അതാത് ലോക്സഭാ സീറ്റുകളിലും മണ്ഡലങ്ങളിലും ജനസംഖ്യാനുസൃതമായിട്ട് കൃത്യമായി മണ്ഡല പുനർക്രമീകരണം വേണം എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉള്ള വോട്ടർമാരെ എടുത്ത് പരിശോധിച്ചാൽ ആദ്യം ഒരു മണ്ഡലത്തിൽ ഏകദേശം 8-10 ലക്ഷത്തോളം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാരുണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ 8-10 ലോക്സഭ ആളുകൾ ഉണ്ടാവേണ്ട ഒരു സ്ഥലത്ത് അതിലേറെ 15-20 ലക്ഷം, ഒരു ഉദാഹരണമാണ് പറയുന്നത്, കൃത്യമായ ഡാറ്റയല്ല, ഒരു 15, 20, 25 ഒക്കെ ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ കൃത്യമായി ആ മണ്ഡലം എന്ത് ചെയ്യേണ്ടതുണ്ട്? വിഭജിച്ച് പുനർനിർണയിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 25 ലക്ഷം ആളുകൾക്കും കിട്ടേണ്ടുന്ന സേവനം ഒരു MPയെ കൊണ്ട് നടക്കില്ല. അവിടെ വീണ്ടും ഒരു മണ്ഡലം കൂടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മണ്ഡലം പുനർക്രമീകരിക്കുമ്പോൾ അവിടുത്തെ ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റലുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനങ്ങളെല്ലാം വളരുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഫണ്ട് ആ മണ്ഡലത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. 2000 ഇവിടെ ഉണ്ടായിരുന്ന ജനസംഖ്യ അല്ല ഇപ്പൊ ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് 2000 അതേ ജനസംഖ്യ വെച്ചുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്താൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു MPക്ക് എത്ര ആളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയും എന്നതാണ്. ഇതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറ ഇതിനെല്ലാം തന്നെ ഭരണഘടനാ ശില്പികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് ആര് ചെയ്തിട്ടുള്ളത്? ഇവിടത്തെ BJP സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇപ്പം വനിതകൾക്ക് സംവരണം കൊടുക്കുന്ന സമയത്ത് ഒരു മണ്ഡലത്തിൽ എത്രത്തോളം വനിതകളുണ്ട്, എത്രത്തോളം പുരുഷന്മാരുണ്ട്, ഇതൊക്കെ വേർതിരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളുള്ള സ്ഥലത്ത് കൂടുതൽ മണ്ഡലങ്ങൾ വരും, സ്വാഭാവികമായിട്ടും വരും. ഇനി പറയുന്ന വേറൊരു കാര്യമുണ്ട്, അതായത് ഇവിടെ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് വളരെ ഫലപ്രദമായി ആര് നടപ്പിലാക്കി? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. അതിൽ പല വിയോജിപ്പുകളും ഉണ്ട്. കാരണം സംസ്ഥാനത്ത് കേരളത്തിലെ ഒരു രീതി അനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന 2.5 കോടി ജനങ്ങൾ ഇപ്പൊ 3.5 കോടി ജനങ്ങളാണ്. ആ 3.5 കോടി ജനങ്ങൾ അതിന്റെ ആനുപാതികമായിട്ട് നമ്മൾ
വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ എത്ര കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെ കൃത്യമായ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ മാത്രമാണ് ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായി ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഞാൻ പറയാം, അതായത് മലബാറിലെ ചില ജില്ലകളിൽ എത്രത്തോളം ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സംശയമാണ്. 3, 4, 5 കുട്ടികൾ വരെ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പോൾ ഏതാനും മലപ്പുറത്ത് തന്നെ വേറൊരു ജില്ല അത് വിഭജിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയുഗ യാത്ര തന്നെ കാന്തപുരം മുസ്ലിയാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ജനസംഖ്യാ നിരക്ക് അവിടെ ഒരു നിയന്ത്രണം വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പുതിയൊരു ജില്ല അവിടെ വിഭജിക്കേണ്ടി വരുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും ഇവിടെ മലപ്പുറം വിഭജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിലേക്ക് പോകുന്ന ആളുകളുടെ ഇപ്പം പല മത പണ്ഡിതന്മാരും മത സംഘടനകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് വളരെ വലിയ ജനസംഖ്യയാണ്. അപ്പൊ അവിടെ ആ ജനസംഖ്യ വെച്ചുകൊണ്ട് അവിടെ ആ ജില്ലയ്ക്ക് മുന്നേറാൻ പറ്റില്ല. അതുകൊണ്ട് ആ ജില്ലയെ വിഭജിക്കണം. ആ ജില്ലയെ വിഭജിച്ചിട്ട് അവിടെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പൊ മലപ്പുറം ജില്ലയെ വിഭജിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അവിടെ പുതിയ ഹോസ്പിറ്റലുകൾ വരും, പുതിയ ബസ് സ്റ്റാൻഡുകൾ വരും, പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ വരും, പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ വരും, സർക്കാർ വകുപ്പ്, പുതിയ കളക്ടർ മുതൽ പുതിയ അതോറിറ്റികൾ തന്നെ വരും. അപ്പൊ അവിടെ കുറച്ചുകൂടി ഡെവലപ്ഡ് ആവുകയാണ്. അത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഓക്കെ ആണെങ്കിൽ അത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. മാത്രമല്ല ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ വരണമെന്ന് ഇടതും വലതും ഒക്കെ പറയുന്നുണ്ട്. അത് മലപ്പുറത്തെ കാര്യത്തിലല്ല, മൊത്തത്തിലാണ് പറയുന്നത്. അതേ സംവിധാനം ഇപ്പോ യുപിയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ ഹരിയാനയിലോ ഒക്കെ അത്ര വലിയ സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിൽ അത്രയേറെ ജനസംഖ്യയുണ്ട്. അവിടെ ഒറ്റയടിക്ക് 20 കോടി ജനങ്ങൾ ഉണ്ടായതല്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യുപിയിലെ ജനസംഖ്യ എത്രയായിരുന്നു എന്ന് പരിശോധിച്ചാൽ അത്രയേൽ, അതായത് ഒരു 16 17 കോടിക്ക് അടുത്ത് എപ്പോഴും നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് യുപി എന്ന് പറയുന്നത്. അവിടെ ആകെ കൂടിയത് 3 കോടിയാണ്. ആകെ കൂടിയത് 3 കോടിയാണ്. പുതിയ സെൻസസ് അനുസരിച്ച് മാറും, കേരളത്തിൽ മാറും. മനസ്സിലായില്ലേ? അപ്പോഴാണ് പറയുന്നത് കേരളത്തിലൊക്കെ എന്താണ് ഈ ജനസംഖ്യാ നിയന്ത്രണം വളരെ ഫലപ്രദമായി നടപ്പിലാക്കി എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ കേരളത്തിൽ ഒരു ജനസംഖ്യാ നിയന്ത്രണം ഒരു അവബോധം ജനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ എന്ത് അവബോധമാണ് ഉണ്ടായത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമാണ്. കാര്യം തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഉൾപ്പെടെ ജനസംഖ്യ നിയന്ത്രണമൊന്നും വളരെ ഫലപ്രദമായി കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഒരു ജനസംഖ്യ ഇപ്പോഴും ആളുകൾക്ക് 3, 4 കുട്ടികൾ ഉണ്ടാവുന്ന സ്ഥിതി അവിടെ ഉണ്ടാവുന്നുണ്ട്. അതൊന്നും എടുത്ത് പരിശോധിക്കാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ ജനസംഖ്യ വളരെ കുറവാണ്, അപ്പുറത്ത് ജനസംഖ്യ എന്താണ് അവർ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാണ്. ഞാൻ ചോദിക്കട്ടെ, ജനസംഖ്യ നിയന്ത്രിച്ചോ നിയന്ത്രിച്ചില്ലയോ, നിയന്ത്രണത്തിൽ പരാജയപ്പെട്ടോ എന്നൊന്നും ഒരു കാര്യമല്ല. കാര്യം എത്ര ജനങ്ങൾ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നുണ്ടോ ആ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ തീർത്ത് കിട്ടണം. അല്ലാതെ നിങ്ങളുടെ അമ്മയോട് നിങ്ങളെ പ്രസവിക്കരുത് എന്ന് പറഞ്ഞതായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവർ പ്രസവിച്ചതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവരെന്ത് തൊട്ടുന്യായമാണ് പറയുന്നത്? കാര്യം ചിലയിടത്ത് ഇവർക്ക് ഓക്കെയാണ്, ചിലയിടത്ത് ഇവർക്ക് ഓക്കെ അല്ല. അപ്പൊ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഹരിയാന, രാജസ്ഥാൻ ഇവിടെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നില്ലേ? യുപി ഭരിച്ചുകൊണ്ടിരുന്നത് സമാജ്വാദി പാർട്ടി ആയിരുന്നില്ലേ? അവരൊക്കെ അവിടെ ഭരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോ ഈ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു. ബിജെപി ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ഓക്കെ അല്ലാത്തത്. ഇതിനെ കാണുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, ഇലക്ഷൻ ഡ്രാമയാണ് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. അല്ല, ഇലക്ഷൻ ഡ്രാമ കളിച്ചുകൊണ്ടിരുന്ന ആരാണ്? അതൊരു ചോദ്യമാണ്. അതായത് ഇവിടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന, അതായത് തനിക്ക് രക്ഷയില്ല എന്ന് കണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു ജനങ്ങളെ ആകെ എന്താണ് കൊല്ലാക്കൊല ചെയ്ത് ഭരിച്ച് മുട്ടിച്ച ഒരു ഭരണാധികാരിയുടെ പേരെന്താണ്? ഇന്ദിരാഗാന്ധി എന്നാണ്. അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപന കാര്യം തന്നെ അവര് വിജയിച്ച തെരഞ്ഞെടുപ്പ് പോലെ അട്ടിമറിയാന്ന് അലഹാബാദ് ഹൈക്കോടതി കണ്ടെത്തി. അവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഏറ്റവും വലിയ ഏകാധിപത്യ ഭരണമാണ് നമ്മൾ അന്ന് കണ്ടത്. അല്ല നോക്കൂ, മോദിക്കെതിരെയൊക്കെ പലപ്പോഴും ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, മോദി ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കുന്നു. ആദ്യം പറഞ്ഞു വോട്ടിംഗ് മെഷീന്റെ പ്രശ്നമാണ്, വോട്ടിംഗ് മെഷീനിലെ സോഫ്റ്റ്വെയർ അടിച്ചു മാറ്റുന്നു. ഇതൊക്കെ പരാജയപ്പെട്ടപ്പോഴും ഇവർ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ഷനെ അട്ടിമറിച്ച് അധികാരത്തിലേറിയ ഒരു പ്രധാനമന്ത്രിയുടെ പേര് എന്ന് പറയുന്നത് അത് ഇന്ദിരാഗാന്ധി എന്നാണ്. അതിന് കൂട്ടുനിന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ പാർട്ടിയാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അധികാരത്തിലെത്തിയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അത് കോടതി കണ്ടെത്തിയപ്പോ ആ കോടതി വിധിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നേരെ കയറി എന്ത് ചെയ്തു? ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അടിയന്തരാവസ്ഥയിൽ കിരാതമായ, അതായത് കക്കയം രാജൻ കൊലക്കേസ് മുതൽ കിരാതമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തി. അപ്പൊ ചോദിക്കും, കക്കയം രാജൻ മാത്രമാണോ? അല്ല. ഞാൻ പറയാം, ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി അത് പ്രഖ്യാപിച്ചപ്പോ
അതായത് ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് പാവപ്പെട്ട ജനങ്ങളെ പിടിച്ച് എന്താണ് നാൽക്കാലികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയിട്ട് അവിടെ അവരുടെ വന്ധ്യംകരണം നടത്തി അവരെ എന്താണ് ഈ നായ്ക്കളെ പിടിച്ചു കൊണ്ടുപോയി വന്ധ്യംകരണം നടത്തുന്ന പോലെ വന്ധ്യംകരണം നടത്തി ഇരുട്ടുമുറിയിൽ അടച്ച് ഒട്ടനവധി ആളുകളെ കൊന്നുകളഞ്ഞ ഒരു രാഷ്ട്രീയ സംഘടനയുടെ പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഈ ആളുടെ പേരാണ് സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. സഞ്ജയ് ഗാന്ധി ആണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ മോനും. അതെ, ഇത്രയും ക്രൂരതകൾ ചെയ്തതാണ്. എന്നിട്ട് ഇതൊക്കെ മോദി ചെയ്യും. അതായത് ഇതൊക്കെ മോദി ഏകാധിപതിയെ പോലെ ചെയ്യുമെന്നാണ് ഇവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചെയ്തതാണ് ഇവര് ഇപ്പുറത്ത് ഇരുന്നിട്ട്. പക്ഷേ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എല്ലാ ആളുകളും അതിന് അനുകൂലമായിരുന്നോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന് മൊത്തം അനുകൂലമാണെന്ന് ഞാൻ പറയുന്നില്ല. ഏകാധിപതികളായിട്ടുള്ള രണ്ടാൾക്കാരുടെ പ്രശ്നമായിട്ട് ഞാനും അതിനെ കാണുന്നുള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തപ്പോഴും അവർ ആദ്യം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മണ്ഡല നിർണയം കൊണ്ടുവന്നപ്പോ അവർക്ക് അനുസൃതമായി മണ്ഡലങ്ങളെ വെട്ടിമുറിച്ച് ചുരുക്കി അവരുടെ വേണ്ടപ്പെട്ട സഖ്യകക്ഷികൾക്ക് എല്ലാം കൊടുത്തതുപോലെ എല്ലാ കാലത്തും തുടരുമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. അവരുടെ നേതൃത്വത്തിൽ മണ്ഡല പുനർനിർണയം വരികയാണെങ്കിൽ ആ മണ്ഡല നിർണയം എന്താണ് അവർക്ക് അനുസൃതമായ രീതിയിലേക്ക് അവർ മാറ്റും. അതിലെന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോകാം. കേരളത്തിൽ 2009 മണ്ഡല പുനർനിർണയം ഉണ്ടായല്ലോ. ആ സമയത്ത് CPM എന്താ ചെയ്തത്? CPM ആവശ്യമായ രീതിയിൽ മണ്ഡലങ്ങൾ വെട്ടിമുറിച്ചു. അന്ന് കോൺഗ്രസ് ഉണ്ടാതിരുന്നത് കൊണ്ട് കോൺഗ്രസിന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായി. വലിയ മെജോറിറ്റി ഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ CPM എന്ത് ചെയ്തു? അവിടെ വെട്ടിമുറിച്ചിട്ട് കോൺഗ്രസിന് മെജോറിറ്റി ഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളെല്ലാം വെട്ടിമുറിച്ച് CPM അനുകൂലമാക്കി മാറ്റി. അന്ന് ഉണ്ടാതിരുന്നത് കൊണ്ടാണ് കോൺഗ്രസിന് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നത്. അന്ന് CPM ചെയ്ത അതേ കളി അത് തന്നെയാണ് കോൺഗ്രസ് പല സമയങ്ങളിലായിട്ട് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി BJP വരുമ്പോൾ BJP എന്താ, നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുമെന്ന് കരുതുന്നെങ്കിൽ വെറുതെയാണ്. കാരണം എല്ലാ ആളുകളും അവരവരുടെ രാഷ്ട്രീയത്തെ, അവരവരുടെ നിലപാടിനെ, അവരുടെ നിലനിൽപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കും. അതൊരു സംശയമില്ല. കാരണം ജനങ്ങളാണ് അവരെ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും രാജസ്ഥാനും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ സീറ്റുകൾ വർദ്ധിക്കുന്നുണ്ട്. ഇനിയിപ്പോ കേരളത്തിലെ സ്ഥിതി എടുത്തു നോക്കൂ. കേരളത്തിലെ സ്ഥിതി ഈ 20 സീറ്റ് എന്നുള്ളതിൽ നിന്ന് 30 സീറ്റിലേക്ക് പോകും. തമിഴ്നാട്ടിൽ ഇരട്ടിയോളം സീറ്റാണ് വർദ്ധിക്കാൻ പോകുന്നത്. ഇതൊക്കെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി. ഇപ്പം CPM-ന് ഒരു നാഷണൽ, ഇപ്പം യുവരാജ് ഗോകുലിന്റെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് കണ്ടു. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം നാഷണൽ പാർട്ടി എന്ന് പറയുന്ന ഒരു ലേബൽ നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നഷ്ടപ്പെടാൻ പോകുമ്പോ ഈ പറയുന്ന ഒരു 10 സീറ്റും കൂടി കൂടുകയാണെങ്കിൽ അതിലൊരു 5 സീറ്റും കൂടി പിടിച്ചാൽ നാഷണൽ പാർട്ടി പോവില്ല. അപ്പൊ അവർക്ക് പോലും ഗുണകരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും ഇവർ പറയുന്നത് ഉത്തരേന്ത്യയിൽ കൂടുതൽ സീറ്റുണ്ട്, ഉത്തരേന്ത്യയിൽ കൂടുതൽ ജനങ്ങൾ ഉണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാവും. ഇന്ത്യയിലെ ഓരോ പൗരനും അവനവന്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇങ്ങ് സൗത്ത് ഇന്ത്യക്കാരാണ്, ഞങ്ങൾ പറയുന്നത് പോലെ തീരുമാനിക്കാവൂ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കേസല്ല. ഇവരുടെ സ്ത്രീപക്ഷം എന്ന് പറയുന്നതും സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നതും സ്ത്രീ നിലപാട് എന്ന് പറയുന്നതും പച്ചക്കള്ളവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടും മാത്രമാണ് ആരുടെ, കോൺഗ്രസിന്റെയും CPM-ന്റെയും. ഇനി ഞാനൊരു കാര്യം പറയാം. CPM-നെ സംബന്ധിച്ചിടത്തോളം എത്ര ആളുകളെ ഇവർ വനിതാ മുഖ്യമന്ത്രിയാക്കി? KR ഗൗരിയമ്മയുടെ തട്ടിക്കളഞ്ഞു. ബംഗാളിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായോ? ത്രിപുരയിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായോ? സംസ്ഥാന പോളിറ്റ് ബ്യൂറോയിൽ ഇവരുടെ ജനറൽ സെക്രട്ടറി ഏതെങ്കിലും ഒരു സ്ത്രീയായോ? ഏതെങ്കിലും ഒരു സംസ്ഥാന സെക്രട്ടറി സ്ത്രീയായോ? ഇതൊന്നുമില്ല. പോട്ടെ, ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി കേരളത്തിൽ സ്ത്രീ ആയിട്ടുണ്ടോ? ഇതൊന്നുമില്ലാത്ത ആളുകളാണ് സ്ത്രീ സ്നേഹവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ദ്രൗപദി മുർമു മുതൽ ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ ഈ വസുന്ധര രാജ സിന്ധ്യ മുതൽ BJP-യുടെ പല സംസ്ഥാനങ്ങളിലെയും വനിതാ നേതാക്കന്മാരെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ, ഇന്നത്തെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ വരെ എടുത്ത് പരിശോധിച്ചാൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ BJP ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസും അത്യാവശ്യം സംസ്ഥാനങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല. പക്ഷെ CPM അതുപോലും ചെയ്തിട്ടില്ലല്ലോ. ഇവരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ എന്താണ് സ്ത്രീ സംരക്ഷണാണെന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സ്ത്രീ സംരക്ഷണം നടപ്പിലാക്കാൻ വേണ്ടി BJP തുനിഞ്ഞിറങ്ങുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ സ്ത്രീ സംരക്ഷണ അല്ലെങ്കിൽ സ്ത്രീ സംവരണ ബില്ല് പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജനാധിപത്യം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ആളുകളെയാണ് നമ്മൾ കാണുന്നത്. കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരിക്കും. കാരണം ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി തന്നെ നവോത്ഥാന പുരോഗമനത്തിന്റെയാണ്, വനിതാ മതിലൊരു സൃഷ്ടിച്ചതാണ്. അപ്പൊ ആ ഒരു പാർട്ടിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അല്ല അവർ ചെയ്യേണ്ടത്. ഒന്ന് കോൺഗ്രസിൽ നിന്ന് വേറിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് നിൽക്കാൻ. പക്ഷെ പറ്റില്ല. കേരളത്തിന്റെ ഉള്ളിലാണ് ഇവർ CPM കോൺഗ്രസും തമ്മിലടി. കേരളത്തിന് പുറത്ത് ഇവരെല്ലാം ഇന്ത്യ സഖ്യം തന്നെയാണ്. തീർച്ചയായിട്ടും.